നമസ്കാരം, ജന്മഭൂമിയിലേക്ക് സ്വാഗതം. തിരുപ്പതി ദേവസ്ഥാനത്ത് ഭരണം നടത്താൻ സനാതന വിശ്വാസികൾ മാത്രം മതിയെന്ന് മുഖ്യമന്ത്രി ചന്ദ്രബാബു നായിഡു. തിരുപ്പതി ലഡുവിൽ മൃഗക്കൊഴുപ്പ് ചേർന്നതുപോലെയുള്ള അനിഷ്ട സംഭവങ്ങൾ ഭാവിയിൽ ഒഴിവാക്കാൻ സനാതന ധർമ്മത്തിൽ വിശ്വസിക്കുന്നവരെ മാത്രമേ ക്ഷേത്രഭരണത്തിൽ നിയമിക്കുകയുള്ളൂ എന്നും ചന്ദ്രബാബു നായിഡു പറഞ്ഞു. ജഗന്റെ ഭരണത്തിൽ മുൻ തിരുപ്പതി ചെയർമാന്റെ ഭാര്യ ബൈബിൾ കൊണ്ടുവന്നിരുന്നു. YSRCPയുടെ ജഗൻ ആന്ധ്ര മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ തിരുപ്പതി ദേവസ്ഥാനം ചെയർമാന്റെ ഭാര്യ ക്ഷേത്രത്തിലേക്ക് ബൈബിൾ കൊണ്ടുവന്നിരുന്നുവെന്ന് മുഖ്യമന്ത്രി ചന്ദ്രബാബു നായിഡു. തിരുപ്പതി ദേവസ്ഥാനം ചെയർമാൻ YV സുബ്ബറെഡ്ഡിയുടെ ഭാര്യയാണ് ബൈബിൾ ക്ഷേത്രത്തിനകത്തേക്ക് കടത്തിയതെന്നും ചന്ദ്രബാബു നായിഡു പറഞ്ഞു. തിരുപ്പതിയിലെ പ്രസാദ ലഡുവിൽ മൃഗക്കൊഴുപ്പും മീനെണ്ണയും ഉപയോഗിച്ചതായി കണ്ടെത്തിയതോടെ വൻ വിവാദം ഉയർന്നിരിക്കുകയാണ്. YSRCPയുടെ മുഖ്യമന്ത്രിയായ ജഗൻ ഭരിക്കുമ്പോഴാണ് ഈ അഴിമതി നടന്നതെന്ന് ചൂണ്ടിക്കാണിക്കപ്പെടുന്നു. ഇതോടെ ചന്ദ്രബാബു നായിഡു സർക്കാർ കർശനമായ നടപടികൾ കൈക്കൊണ്ടുവരുന്നതിന്റെ ഭാഗമായാണ് പുതിയ നിയന്ത്രണങ്ങളും ചട്ടങ്ങളും. തിരുപ്പതി ലഡു വിവാദത്തിൽ നടപടിയുമായി കേന്ദ്ര സർക്കാരും രംഗത്തെത്തി. തമിഴ്നാട്ടിൽ പ്രവർത്തിക്കുന്ന AR ഡയറി എന്ന സ്ഥാപനത്തിനെതിരെ കേന്ദ്ര സർക്കാർ നോട്ടീസ് നൽകി. ഭക്ഷ്യസുരക്ഷാ നിയമങ്ങൾ ലംഘിച്ചതിനാണ് നോട്ടീസ്. തിരുമല തിരുപ്പതി ദേവസ്ഥാനങ്ങൾക്ക് നെയ്യ് നൽകിയത് FSSAI മാനദണ്ഡങ്ങൾ പാലിക്കാതെയാണെന്നാണ് AR ഡയറി ഫുഡ് പ്രൈവറ്റ് ലിമിറ്റഡിന് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം കാരണം കാണിക്കൽ നോട്ടീസ് അയച്ചിരിക്കുന്നത്. സെപ്റ്റംബർ 23-നകം മറുപടി നൽകാൻ കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം ആവശ്യപ്പെട്ടു. 2006 ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ് ആക്ടും ചട്ടങ്ങളും അനുസരിച്ച് നടപടികൾ ആരംഭിക്കുമെന്നും നോട്ടീസിൽ വ്യക്തമാക്കുന്നു. തമിഴ്നാട് കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന MSAR ഡയറി ഫുഡ് പ്രൈവറ്റ് ലിമിറ്റഡിന് നൽകിയിട്ടുള്ള FSSAI സെൻട്രൽ ലൈസൻസ് നമ്പർ 1004042041 ലൈസൻസിന് 2029 ജൂൺ 1 വരെയാണ് കാലാവധിയുള്ളത്. എന്നാൽ കാരണം കാണിക്കൽ നോട്ടീസിൽ ലഭിക്കുന്ന മറുപടി തൃപ്തികരമല്ലെങ്കിൽ വൈകാതെ തന്നെ കമ്പനിയുടെ ലൈസൻസ് റദ്ദാക്കുമെന്നാണ് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം നൽകുന്ന സൂചന. അതിനിടെ തിരുപ്പതി ക്ഷേത്രത്തിലെ ലഡുവിൽ മൃഗക്കൊഴുപ്പ് ചേർത്തിട്ടുണ്ടെന്ന ഗുരുതര കണ്ടെത്തലിന് പിന്നാലെ രാജ്യത്തെ പ്രമുഖ ക്ഷേത്രങ്ങളിലും സുരക്ഷയുടെ ഭാഗമായി പരിശോധനകൾ ശക്തമാക്കുന്നു. മധുരയിലെ ഫുഡ് സേഫ്റ്റി ആൻഡ് ഡ്രഗ് അഡ്മിനിസ്ട്രേഷൻ വിഭാഗം മധുര, വൃന്ദാവനം തുടങ്ങിയ സ്ഥലങ്ങളിലെ ആരാധനാലയങ്ങൾക്ക് സമീപമുള്ള 15 കടകളിൽ നിന്ന് 43 ഭക്ഷണ സാമ്പിളുകൾ പരിശോധനയ്ക്ക് അയച്ചു. ഇവയിൽ ഒരു പേട സാമ്പിൾ ഭക്ഷ്യസുരക്ഷാ നിയമം ലംഘിച്ചു എന്ന സംശയത്തെ തുടർന്ന് ലക്നൌവിലെ ലാബിലേക്ക് അയച്ചു. പാൽ, പനീർ, പേട, ബർഫി, മിൽക്ക് കേക്ക്, സോനംപാപ്പടി തുടങ്ങിയ മധുരപലഹാരങ്ങളാണ് പ്രധാനമായും പരിശോധനയ്ക്ക് വിധേയമാക്കുന്നതെന്ന് FSDA അസിസ്റ്റന്റ് കമ്മീഷണർ ധീരേന്ദ്ര പ്രതാപ് സിംഗ് അറിയിച്ചു. ന്യൂസ് ഡെസ്ക്, ജന്മഭൂമി.